ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സ്വപ്ന നഗരി ഒരുങ്ങുകയാണ്. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 402 വീടുകൾ. ഈ വീടുകൾ 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കും. മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വീടുകൾക്ക് പുറമെ പൊതുസ്ഥാപനങ്ങൾക്ക് പ്രത്യേക കെട്ടിടങ്ങൾ, റോഡ്, അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വരുന്ന ടൗൺഷിപ്പിൽ സജ്ജമാക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടൗൺഷിപ്പ് നിർമ്മാണം നടത്തുക. 64 ഹെക്ടർ ഭൂമിയിൽ നടക്കുന്ന ടൗൺഷിപ്പ് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ചൂരൽമലയിൽ മനുഷ്യൻ എന്തെല്ലാം നഷ്ടപ്പെടുവോ അതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു എസ്റ്റേറ്റിൽ, ആദ്യഘട്ടത്തിൽ എൽസ്റ്റോണിലെ എസ്റ്റേറ്റിൽ ലോകത്തിനു മാതൃകയായി ഈ ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നതോടെ നാം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. ഒരുമ കൊണ്ട് എന്തിനേയും അതിജീവിക്കാനാകും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം. വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി. കേന്ദ്രം സഹായം നൽകാതെ മുഖം തിരിച്ചു നിന്നതിനെ സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സഹായത്തിൻ്റെ അഭാവത്തിലും നാം അഭൂതപൂർവമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോയി. ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. Worked unitedly at the time of the tragedy and have continued after that unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. ഒരു രാത്രിയോടെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ട നാട് ഒന്നിച്ചതിജീവിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ സ്വപ്ന നഗരിയിൽ ഒന്നിച്ചു പറക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.